ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അവര് വളരെ ഒരു ഊർജ്ജസ്വലയായ ഒരു മന്ത്രിയായിട്ടാണ് എല്ലാവരും കണ്ടതും. പൊതുജന അഭിപ്രായം അവർക്ക് വളരെ അനുകൂലമായിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ പോലും അവർക്ക് മഗ്സസെ അവാർഡ് കിട്ടിയിട്ട് പോലും അത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. കാരണം ഒരു സ്ത്രീയല്ലേ, വാങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. മാത്രവുമല്ല, അത് കിട്ടുന്നത് ഇവർക്കാണ്, ശ്രീ പിണറായി വിജയനല്ല. അത് കാരണം അത് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയാൻ വളരെ എളുപ്പമാണല്ലോ. വേറൊരാൾ വാങ്ങിക്കുന്ന ഒരു സാധനം ഒരാൾക്ക് ഒരു അംഗീകാരം കിട്ടിയാൽ അത് വേണ്ട എന്ന് പറയാനുള്ള കഴിവ് എപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടി കാണിച്ചിട്ടുണ്ട് കേട്ടോ, പണ്ട്. കാരണം ഒരിക്കൽ ശ്രീ ജ്യോതി ബാസു, അന്ന് അദ്ദേഹം ബംഗാളിലെ അനിഷേധ്യ നേതാവായിരുന്നു ഈ പാർട്ടിയുടെ. നമ്മുടെ രാജ്യമൊട്ടാകെയുള്ള അനിഷേധ്യ നേതാവെന്ന് തന്നെ പറയാം CPM-നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനുള്ള ഒരിട വന്നപ്പോൾ പ്രധാനമന്ത്രിയാവാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടെടുത്ത ഒരു പ്രസ്ഥാനമാണിത്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതേപോലെയാണ് മഗ്സസെ അവാർഡ് ശ്രീമതി ശൈലജ ടീച്ചർക്ക് കിട്ടിയപ്പോൾ അത് വേണ്ട, അത് വാങ്ങാൻ പാടില്ല, വേണ്ട, ആവശ്യമില്ല എന്ന് അത് പറഞ്ഞ് സ്വന്തമായിട്ട് നിരസിച്ചല്ല, അവർ നിരസിച്ചല്ല, വേറെ ആളുകൾ പറഞ്ഞ് അവർ വാങ്ങണ്ടെന്ന് പറഞ്ഞു. അതാണ് കാര്യം. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അന്ന് വേണ്ടാത്ത ആളുകളെയൊക്കെ, അതായത് അന്ന് ശ്രീ തോമസ് ഐസക്കിനെ വേണ്ട, അതേപോലെ തന്നെ വളരെ PWD പൊതുമരാമത്ത് ഏറ്റവും ശുഷ്കാന്തിയോടുകൂടിയും വൃത്തിയോടുകൂടിയും അഴിമതിരഹിതമായും കൈകാര്യം ചെയ്ത ശ്രീ G. സുധാകരൻ, അദ്ദേഹത്തിനെ വേണ്ട, അദ്ദേഹത്തിന് ഇപ്പോഴും വേണ്ട കേട്ടോ, അദ്ദേഹത്തിന് ഇപ്പോഴും ആവശ്യമില്ല. കാരണം ബാക്കിയുള്ള ഇവരെയൊക്കെ മതി. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇപ്പം അന്ന് വേണ്ടാതെ തുരുമ്പെടുത്ത് കളഞ്ഞിരുന്ന ആളുകളെയെല്ലാം, അതുപോലെ തന്നെ ശ്രീ രവീന്ദ്രനാഥ് വളരെ നല്ലൊരു മന്ത്രിയായിരുന്നു, ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് നല്ല രീതിയിൽ പറയാവുന്ന ഒരാൾ കേട്ടോ. വിദ്യാഭ്യാസ ആ വകുപ്പ് ഭരിച്ചിരുന്നെങ്കിൽ വളരെ വിവരമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ പോലും അന്ന് വേണ്ടാന്ന് വെച്ചതാണ്. ഇപ്പം ഇവരെയൊക്കെ പൊടി തട്ടിയെടുത്ത് ഇവരിലൂടെ ഒരു അധികാരം, ആ പഴയ മുഖങ്ങളിലൂടെ ജനങ്ങളുടെ ഒരു അനുകമ്പ പിടിച്ചു പറ്റിയിട്ട് ഈ ഇലക്ഷനിൽ ഈ അഴിമതിയെല്ലാം മൂടി വെച്ച് ഇതിനെ മറികടക്കാം, അഴിമതികളെയൊക്കെ മറികടക്കാമോ എന്നുള്ളൊരു പരീക്ഷണമാണ് ശ്രീ പിണറായി വിജയൻ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സംശയമില്ല. അത് തന്നെ സംഭവിക്കുന്നത്. കാരണം ഇത്രയും വലിയ അഴിമതി പുറത്തോട്ട് വന്നേക്കാണ്. വളരെ 1-2 കോടികളല്ല, അതുപോലെ ശതകണക്കിന് കോടികളുടെ അഴിമതി പുറത്തോട്ട് വന്നേക്കാണ്. അത് ഒരുപാട് രാഷ്ട്രീയക്കാരും വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം പണമെല്ലാം വാങ്ങി എല്ലാവരും ഇരിപ്പുണ്ട്. ആരും അത് കാരണം ഒരു പ്രശ്നമില്ല, ആർക്കും ഒന്നുമില്ല. അത് ഇപ്പം BJPക്ക് പോലും ഇത് പ്രശ്നമില്ലാതായി. കാരണം ഇന്ന് ഈ അഴിമതി ഇല്ലാത്ത എവിടെ ഉണ്ടോ അങ്ങോട്ടേക്കൊന്ന് നീങ്ങണം, അതേ ഞാൻ പറയുന്നുള്ളൂ. ആ രീതിയിൽ ഒരു കാഴ്ചപ്പാട് വേണം. അഴിമതി അത് ആരെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ, ആ മത്സരിക്കുന്നവർക്ക് നല്ല കൊള്ളാവുന്നവനാണെങ്കിൽ അവർ വോട്ട് കൊടുക്കണം അവർക്ക്. കാരണം ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് കണ്ടുകൊണ്ട് ഇന്ന് ആർക്കും വിശ്വസിച്ച് മുമ്പോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഈ ജയിച്ചു വരുന്ന ആളുകൾ എത്ര നാൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ഹിമാചൽ പ്രദേശിൽ ശ്രീ അഭിഷേക് സിംഗ്വി അദ്ദേഹം രാജ്യസഭയിലേക്ക് കടന്നുകൂടിയില്ല. ഈസി ആയിട്ട് പോകേണ്ടതാണ്, ഒന്നുമില്ല. 6 പേര് കൂറുമാറി വോട്ട് ചെയ്തു. അതാണ് അവസാനം വോട്ടുകൾ തുല്യമായപ്പോൾ നറുക്കിട്ട്. അവിടെയും ഭാഗ്യത്തിനും വേണ്ടത് BJP ആണ്. അപ്പോൾ ദൈവത്തിന് BJP വേണം, ഇനി ഭാഗ്യത്തിനും കൂടെ BJP വേണമെന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. ഇനി ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച, മാൻഡേറ്റ് കൊടുത്ത് ജയിപ്പിച്ച ഈ 6 പേരെന്ന് പറയുന്ന ഇവന്മാരാരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാരാണ്? ഇത് അവർക്ക് എന്തെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടോ? മറുവശത്ത് പണവും വാങ്ങിക്കൊണ്ട് മാറി വോട്ട് കൊടുക്കുക. പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാം, ആ രീതിയിലേക്ക് പോയി. അതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്നിപ്പോൾ പറയുന്നത്. അതാവരുത് ധാർമ്മികത. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് കൊണ്ടുപോയാൽ എത്ര നാളെ അവർ ഇതിൽ നിൽക്കും എന്ന് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഒരുപാട് കാണുന്നല്ലേ, 10-40 വർഷം ഇരുന്ന് മൂത്ത് നരച്ച് ഇഷ്ടമാതിരി കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുത്തിട്ട് ഇനി ആ പാർട്ടിയിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്ന് കാണുമ്പോൾ നേരെ മറുകണ്ടം ചാടി അടുത്ത ഇതിലോട്ട് പോയിട്ട് അവിടെ പോയിരുന്ന് വീണ്ടും ക്യാബിനറ്റ് റാങ്ക് വാങ്ങുന്ന ആളുകൾ നമ്മൾ കാണുന്നില്ലേ? അതേപോലെ എത്ര പേരാണ്? ഒരുപാട് പേരുണ്ട്. എനിക്കിനി ഇത് വിശ്വാസമില്ല, ഈ ഇതിൽ ഞാനില്ല. കാരണം എന്താ, ഇനി വിശ്വസിച്ചുകൊണ്ട് പ്രയോജനമില്ല. മൂത്ത് അരച്ച് 10-90 വയസ്സായാലും കിടന്നുകൊണ്ട് ഭരിക്കണം നിവൃത്തിയുണ്ടെങ്കിൽ. കിടന്നുണ്ട്.
സെനയിലായാലും അത് എൻ്റെ മക്കൾ ഭരിച്ചോളും എന്ന് പറയുന്ന കക്ഷികളുണ്ട്. ആ രീതിയിലാണ് ഈ രാഷ്ട്രീയക്കാരുടെ ധാർമ്മികത പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഇത് ആ അങ്ങനെ ഉള്ളപ്പോൾ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വസിച്ച് വോട്ട് കൊടുക്കുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള ഉറപ്പുള്ളവർക്ക് മാത്രം അവരോടൊപ്പം മാത്രം നിൽക്കുക.